പി വി അൻവറിനോടൊപ്പം ടെലിഫോൺ ലൈൻ വെച്ച്. പി വി അൻവർ, ഈ DGP കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത് സിവിലായും ക്രിമിനലായും കേസെടുക്കാൻ ആവശ്യമായ കുറ്റം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നാണ്. 1 മാസത്തോളം 4 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കൊടുത്തിട്ട്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. CPM വൃത്തങ്ങൾ പറയുന്നത് നിയമപരമായ പരിശോധനയുടെ സമയമുണ്ടല്ലോ എന്നാണ്. സർക്കാർ സംരക്ഷിക്കുകയാണ്, പൊതിഞ്ഞു പിടിക്കുകയാണെന്നുള്ള ആക്ഷേപമുണ്ടോ താങ്കൾക്ക്? എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ മുമ്പ് അജിത് കുമാറിന്റെ കാര്യത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടികളല്ലേ. ഇതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പരാതികൾ, എന്താണ് ഇപ്പൊ ഞാൻ കൊടുത്ത പരാതിയിൽ എടുത്ത നിലപാട്. ഇതിനു മുമ്പ് ഇതേ DGP തന്നെ തൃശൂർ പൂർവ്വമായി ബന്ധപ്പെട്ട് ഈ അജിത് കുമാറിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തല്ലോ ഗവൺമെന്റിന്. എന്താണ് പിണറായി ചെയ്തത്? ആ റിപ്പോർട്ടിന്റെ മോൾ അന്വേഷിക്കാൻ വേറെ 3 അംഗ സംഘത്തിനെ തീരുമാനിച്ചു. എന്ന് പറഞ്ഞതുപോലെ P. വിജയൻ എന്ന് പറയുന്ന IPS നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ മനുഷ്യനെ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ കള്ളക്കടത്തുകാരനാക്കി, അദ്ദേഹത്തിനെ എന്താ പറയാ RSSകാരനാക്കി സമൂഹത്തിന്റെ കൽപ്പിച്ചൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ പറയുന്ന അജിത് കുമാർ. അദ്ദേഹം ചെയ്ത നടപടി തെറ്റാണ്. അദ്ദേഹത്തിനെതിരെ ക്രിമിനലായും സിവിലായും കേസെടുക്കണമെന്ന് DGP പറഞ്ഞ് കൊടുത്തിട്ട് 1 മാസമായി. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നാളെ ഒരു നടപടി ഉണ്ടാകുന്ന പ്രശ്നമല്ല. ഈ വിഷയങ്ങളൊക്കെ പോയി നിൽക്കുന്നത് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ മകളും DGP അജിത് കുമാറും P. ശശിയും തമ്മിലുള്ള ആ ഒരു സംഘം, അവര് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനം നിങ്ങൾ നോക്കും. ഞാൻ കൃത്യമായ തെളിവാണ് കൊടുത്തത്. 33,80,000 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു ഫെബ്രുവരി 18 തീയതി. പെയ്ഡ് ബൈ ക്യാഷ് പണമാണ്. 1 രൂപയുടെ ചെക്ക് ട്രാൻസാക്ഷൻ ഇല്ല, 1 രൂപയുടെ RTGS ഇല്ല, 1 രൂപയുടെ എന്താ പറയാ ബാങ്ക് ട്രാൻസ്ഫർ ഇല്ല. റിസീവ്ഡ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കള്ളപ്പണമാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ആ പ്രോപ്പർട്ടി വിൽക്കുന്നു. എത്ര? 65 ലക്ഷം രൂപക്ക്. റിസീവ്ഡ് ബൈ മണി, അതും കള്ളപ്പണമാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ് അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ളത്. ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനമായ രേഖ. 1 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് ആ രജിസ്റ്റർ ഓഫീസിൽ ഒന്ന് വിളിച്ചാൽ മതി. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ രജിസ്റ്റർ ഓഫീസ് ഉള്ളത്. അവിടെ പോയി ഒരു പോലീസുകാരനെ വിട്ട് ഞാൻ കൊടുത്ത ഈ ഡോക്യുമെന്റ് കറക്റ്റ് ആണോ എന്ന് ആ രജിസ്ട്രേഷൻ അതോറിറ്റിയോട് ചോദിച്ചാൽ അവരതിന്റെ വെരിഫിക്കേഷൻ കൊടുക്കും. ഇത്ര കൃത്യമായ തെളിവുകള്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 53 കേസായിരുന്നു അന്ന് പോലീസ് ബുക്ക് ചെയ്തിരുന്നത്. അതില് ഒരു 25 ആളെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് ഞാനന്ന് IG-യോട് എന്റെ മൊഴിയെടുത്ത് IG-യോട് പറഞ്ഞ. റാൻഡം വിളിക്കൂ, ഈ സ്വർണ്ണം എങ്ങനെ, ആര് കൊടുത്തു, എങ്ങനെ എയർപോർട്ട് കടന്നു, എവിടുന്ന് പോലീസ് പിടിച്ചു, പോലീസ് അങ്ങോട്ട് കൊണ്ടുപോയി, എവിടെയാണ് ഇത് തൂക്കിയത്, എത്ര സ്വർണമായിരുന്നു കൊണ്ടുവരുന്നത്, എത്ര സ്വർണമാണ് കോടതിയിൽ കൊടുത്തത്, അന്വേഷിക്കൂ. നിങ്ങൾക്ക് ഇതിന് സത്യം മനസ്സിലാവും. ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്താ ഉണ്ടാകത്തിന് കാരണം? അത് തെളിഞ്ഞാൽ ഇത് പോയി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അജിത് കുമാറിനെതിരെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ ഒരു നടപടി ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വിഡ്ഢികളല്ലാതെ മറ്റാരാ? ഇപ്പൊ എന്റെ കാര്യം, ഞാനാണ് പരാതിക്കാരൻ. 1 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ SIT സ്ഥിരീകരിച്ചു. 5-6 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം വിജിലൻസ് അത് മടക്കി, ഡയറക്ടർ മടക്കി. ഈ നിമിഷം വരെ പരാതിക്കാരനായ എനിക്ക് അതിന്റെ കോപ്പി തന്നിട്ടില്ല. ഞാൻ കോപ്പിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും നോർമലായിട്ട് എനിക്ക് തരണം. അപേക്ഷ കൊടുത്തിട്ട് പോലും എനിക്ക് തന്നിട്ടില്ല. എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തോണം ഹൈക്കോടതിയെ സമീപിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പൊ KM അബ്രഹാമിന്റെ കാര്യത്തിൽ തന്നെ നോക്കൂ. വിജിലൻസ് കൊടുത്ത KM അബ്രഹാമിന് കൊടുത്ത ക്ലീൻ ഷീറ്റ് തള്ളിക്കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണല്ലോ, 3ാമത്തെ ആളാണല്ലോ, അല്ലേ? ഒരാളിപ്പോ ജയിലിൽ കിടക്കാൻ തോന്നുന്നുണ്ട്. 2ാമത്താണ് അജിത് കുമാർ, 3ാമത്തെ KM അബ്രഹാം. എന്താ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? വിജിലൻസ് ഇതിൽ വലിയ കളി നടത്തിയിരിക്കുന്നു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം കുറ്റക്കാരനാണ്, പണസമ്പാദനം നടന്നിട്ടുണ്ട്, സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് CBI അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതെങ്ങനെയാണ്?
പരാതിക്കാരൻ കോടതിയിൽ പോയപ്പോൾ വരുന്നത്. ആ കോടതിയിൽ പോകാനുള്ള എനിക്കുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ് ഈ റിപ്പോർട്ട് എന്നെ കയ്യിൽ തരാറ്. ഇങ്ങനെയുള്ളൊരു കേരളത്തിൽ ഈ BJP കൊടുത്ത ഒരു പരാതിയുടെ പോലും അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റുമോ? അദ്ദേഹത്തെയാണല്ലോ ഇപ്പൊ DGP ആക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത് കാത്തിരിക്കുന്നത്. ഇതാണ് കേരളം. ഇതൊക്കെ ഇപ്പൊ ഈ വരാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ ജനങ്ങൾ ഇതൊക്കെ കാണും. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ അതിശക്തമായ തിരിച്ചടി ഒരു പാർട്ടിയെയും ഒരു ഭരണകൂടത്തെയും കുടുംബാധിപത്യത്തിനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള ഒരു ഏജൻസിയാക്കി കേരളത്തിന്റെ ഗവൺമെന്റിനെ മാറ്റിയ, കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അതിന് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ജനങ്ങളുടെ കോടതിയിലേക്ക് കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. യെസ്, ഏതായാലും താങ്ക് യു CPV അൻവർ. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യത്താലാണ് MR അജിത് കുമാർ ഇത്ര വലിയ സാധ്യതകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതിരിക്കുന്നത്, നിയമ നടപടിയിലേക്ക് പോകാതിരിക്കുന്നതെന്നാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതേസമയം ആരെയും സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പദ്ധതിയൊന്നുമില്ല എന്ന് CPM വൃത്തങ്ങൾ അതിനകത്ത് മറുപടിയും പറയുന്നു.